മത്സ്യത്തൊഴിലാളി ക്ഷേമവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിയമസഭാ സമിതി നടത്തിയ യോഗത്തിൽ സർക്കാരിനും വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മത്സ്യത്തൊഴിലാളികളും സംഘടനാ പ്രതിനിധികളും രംഗത്തെത്തി. വീട്, ശൗചാലയ നിർമ്മാണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ഉദ്യോഗസ്ഥർ തീരദേശ പരിപാലന നിയമം പറഞ്ഞ് നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അനുവദിക്കില്ലെന്നും അതേസമയം റിസോർട്ട് ഉടമകൾ കായലിനോട് ചേർന്ന് നിർമ്മാണം നടത്തുന്നതിന് യാതൊരു മടിയുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ അനുമതി നൽകുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു. തണ്ണീർമുക്കം ബണ്ട് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. സിറ്റിംഗ് നടത്തുമ്പോൾ മുൻകൂട്ടി അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട അവരിൽ എത്തിക്കുവാൻ ബഹുമാനപ്പെട്ട സമിതി ഇനിയെങ്കിലും മാതൃകയാകണം എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നൊരു പ്രസംഗം പ്രസംഗിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരും തങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമസഭാ സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ ചില നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി. എത്രയോ യാതൊരുവിധ ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത തരത്തിലുള്ള മറുപടിയാണ് ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യിൽ നിന്ന് കിട്ടിയത്. ബഹുമാനപ്പെട്ട നിയമസഭാ സമിതിയോട് പറയാനുള്ളത്, ഗവൺമെന്റിന്റെ കയ്യിൽ ഈ വേമ്പനാട്ട് കായലിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരവധിയായ പഠന റിപ്പോർട്ടുകളുണ്ട്. അതൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. വേമ്പനാട് കായലിലെ ജലത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇറങ്ങി ഒന്ന് മാറ് കഴുകാൻ കഴിയുമോ എന്ന് അവരൊന്ന് പരിശോധിക്കണം. കാരണം സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ എം.എൽ.എമാരും സമിതി അംഗങ്ങളായ കാനത്തിൽ ജമീല, MK അക്ബർ എന്നിവരാണ് സിറ്റിംഗ് നടത്തിയത്. തെളിവെടുപ്പിൽ CK ആശ MLA, വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ്, കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ ജിനു പുന്നൂസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, ജ്യോതിലാൽ എന്നിവർ പങ്കെടുത്തു. തൊഴിലാളികളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങളുമടക്കം സർക്കാരിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സമിതി അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് മത്സ്യബന്ധന മേഖലയായ ഉൾനാടൻ ജലാശയങ്ങളും ചെമ്പ് ഫിഷ് ലാൻഡിംഗ് സെന്ററും സമിതി സന്ദർശിച്ചു. കോട്ടയം, എറണാകുളം, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് സമിതി സിറ്റിംഗ് നടത്തുന്നത്. i4U ന്യൂസ്, വൈക്കം.